എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രിയോറിറ്റൈസ് സെൽഫ് കെയർ എന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ടുള്ളൊരു സമയമാണ്. നിങ്ങളുടെ സോളിനെ നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കണം. നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള സമയമാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ചോദിക്കാനായിട്ട് മടിക്കരുത്. ഞാൻ തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യും, ഞാൻ ചെയ്താലേ പെർഫെക്റ്റ് ആവുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റി നിങ്ങൾ ആ ഒരു എനർജീനെ ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കുക. നിങ്ങൾക്കും അത് എന്താ പറയുക, ഹെൽപ്പ് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ റെസ്പോൺസിബിലിറ്റീസൊന്നും നിങ്ങളുടെ ആവശ്യമല്ല ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളത്. മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റീസൊന്നും എടുത്ത് തലയിൽ വെക്കാതിരിക്കുക. പ്രേ ഫ്രം ദ ഹാർട്ട് എന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലും പ്രേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ തട്ടിയിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നൊന്ന് ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ഗ്രോത്തിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യവും നിങ്ങളെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക. അതെല്ലാം യൂണിവേഴ്സ് എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മളുടെ ഒരു സമാധാനം കെടുത്തുന്ന ഒരു സാഹചര്യവും ഒരു വ്യക്തികളും നമുക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പോഴാണ് നിങ്ങൾക്ക് മിറാക്കിൾസ് നടക്കുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പവർ കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഫേക്കായിട്ടാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പം അതൊന്ന് ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കണം എന്ന് ഇവിടെ പറയുന്നു. നോ, ഇറ്റ് ഈസ് നോട്ട് എറ്റ് ടൈം. ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള സമയമല്ല എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഡിവൈനായിട്ടൊരു റൈറ്റ് ടൈം നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെയധികം ക്ഷമ വേണം എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ.